ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ കുരിശിൽ നിന്നും കിരീടത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യത്തിൽ ഫറവോൻ യോസേഫിനെ കുറിച്ച് പറയുന്നത് ദൈവാത്മാവുള്ള ഈ മനുഷ്യൻ അവഗണിക്കപ്പെട്ടവൻ പരിഗണിക്കപ്പെടുന്നു, അനാദരിക്കപ്പെട്ടവൻ ആദരിക്കപ്പെടുന്നു. കാലചക്രം തിരിഞ്ഞു കറങ്ങുന്നു, ദൈവത്തിൻ്റെ രഥചക്രങ്ങൾ ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു, ആർക്കും അതിനെ തടുക്കാൻ കഴിയത്തില്ല. യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്ന യോസേഫ് ഇപ്പോൾ ഫറവോൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിന്നു. 46 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. രാജാവിൻ്റെ മുമ്പിൽ കഴിഞ്ഞ നാളത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരുവൻ, അതും മിസ്രയീമിൽ വെറുക്കുന്ന ഒരു എബ്രായൻ, അതിനുള്ള ഹീനമായ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് കാരാഗ്രഹവാസം അനുഭവിക്കുന്ന ഒരു കുറ്റവാളി ഫറവോൻ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. യോസേഫിൻ്റെ കഴിഞ്ഞ ജീവിതം അത്രയും ശോധന ചെയ്യപ്പെടുന്ന നിർണായകമായ ഒരു സന്ദർഭമാണത്. എത്ര പ്രാഗൽഭ്യത്തോടു കൂടിയാണ് യോസേഫ് രാജസന്നിധിയിൽ നിൽക്കുന്നത്. കാരണം ആ ജീവിതം കുറ്റമറ്റതായിരുന്നു, അനന്യമായിരുന്നു. ഫറവോൻ ഒരു ന്യായാധിപനായി ആ ജീവിതത്തിന് നേരെ വിധി തീർപ്പ് നൽകിയത് 38 വാക്യത്തിൽ വായിക്കുന്നു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ? താൻ യോസേഫ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. താൻ ന്യായാധിപൻ്റെ മുമ്പിൽ അചഞ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ എന്തെന്ത് പ്രതിഫലങ്ങളാണ് യോസേഫ് നേടിയത്? തൻ്റെ ഗൃഹത്തിൻ്റെ പോലും മേലധികാരിയായി യോസേഫിനെ ഫറവോൻ ഉയർത്തി. അവനെ മിസ്രയീം ദേശത്തിന് അധിപതിയാക്കി. മുദ്രമോതിരവും രാജകീയ വസ്ത്രവും സ്വർണ്ണ സരപ്പളിയും നൽകി അവനെ ആദരിച്ചു. കൂടാതെ ആസനത്തെന്ന സ്ത്രീയെ അവന് ഭാര്യയായി കൊടുക്കുന്നു. അവന് സിംഹാസനവും രഥവും നൽകി ബഹുമാനിക്കുന്നു. അനുഭവിച്ച കഷ്ടങ്ങൾക്കെല്ലാം ചേർത്ത് ചുമന്ന കുരിശിനെല്ലാം കൂടി അത്യന്തം അനവധിയായ മഹത്വത്തിൻ്റെ നിത്യകനം അമർത്തിക്കൊരുക്കി നല്ലൊരളവ് അവൻ്റെ മടിയിൽ തന്നെ നൽകി. യോസേഫിൻ്റെ അധ്വാനപരം അവൻ തന്നെ തിന്നു. അവൻ നന്മ വന്നിരിക്കുന്നു, അവൻ ഭാഗ്യവാനായിരിക്കുന്നു. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ഫറവോൻ യോസേഫിനെ നൽകി ആദരിച്ചു. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൽ ചെയ്തത് നല്ലതാകലും തീയതാകലും അത് പ്രാപിപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം. ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയായിട്ടുള്ള കുരിശിൽ നിന്നും കിരീടത്തിലേക്ക്. വെളിപ്പാട് 22:11 വായിക്കുന്നത് നമുക്കറിയാം. ഈ വചനത്തിൽ